അങ്ങനെ ജയിലുമായി എന്ത് കാശ നമ്മൾ ജയിലാണ് അപ്പുറത്തെന്തൊരു സ്വിച്ച് ഇതിലേക്ക് കുറേ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഇല്ലായിരുന്നു. ഞാൻ വേറെ ഫോണിലാണ് ഇത് കളിച്ചിരുന്നത്. പിന്നാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ആക്കിയിട്ട് ഞാൻ അപ്പോൾ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ എന്താണ് ഇപ്പോൾ ജയിലിലാണ്. നമ്മൾ ഈ ജയിൽ എസ്കേപ്പ് ചെയ്യണം. എനിക്ക് എസ്കേപ്പ് ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റവും പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ പറ്റിയ ഇതെന്ന് വെച്ചാൽ കാണിച്ചതാണ്. ഇതിൽ ബുഗാട്ടിൻ്റെ സ്പീഡിലുള്ള അപ്ഗ്രേഡ് വണ്ടിയുണ്ട് ഇതിൻ്റെ കയ്യിലുള്ളത്. ഓ ഈ ഇതിൽ ഫുള്ള് പെണ്ണുങ്ങളാണ്. എൻ്റെ അപ്പോൾ എന്നാലും വണ്ടി പോടേ കാണി ഇല്ല കുറേ നേരമായി ചിലർ കാണാം. നമുക്ക് കണ്ട സ്പീഡ് വേണ്ടില്ല. അയ്യോ കണ്ടില്ല. നമുക്ക് ബാങ്ക് റോബറിയാണ്. നമുക്ക് അടുത്തത് നേരെ പോയിട്ട് അയ്യോ ഇത് ഡ്രിഫ്റ്റിംഗ് ടയറാ. ഡ്രിഫ്റ്റിംഗ് ടയർ ഇട്ടാണ് ഈ കൊഞ്ചുന്നത്. പിടിക്കാതിരുന്നാൽ മതി. ഞാൻ ഇന്നാണെങ്കിൽ അതായത് 911 ഗ്രേറ്റ് അതെല്ലാം കിട്ടി. ടോട്ടൽ എല്ലാം വീണെടുത്തിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ആയ പിന്നെ പണിയാ. പിന്നെ നമ്മളൊരു ആക്സിലേറ്റർ ഒന്ന് വിടണം. അവിടുത്തെ പണി പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. ഈ വണ്ടി വിചാരിച്ചില്ല. ചിലർ വിചാരിക്കും ഈ അവൻ്റെ വാക്ക് എല്ലാ പോലീസ് പോലീസാ നിക്ക് ഇവനെ എന്തര ഇത് 210 പക്ഷെ ഞാൻ പോണ സ്പീഡോ എത്രയെന്ന് നോക്കി. ബുഗാട്ടിൻ്റെ സ്പീഡിലാണ് ഞാൻ പോണത്. ബുഗാട്ടിക്ക് സെയിം ഇതൊക്കെ സ്പീഡ് കണ്ടില്ലേ. ബുഗാട്ടിക്ക് 220 ഞാൻ 221 പോകുന്നത്. വിനീന്ദ്രക്ക് ബുഗാട്ടി സ്പീഡിനല്ല ഒരു രസമാണ് കാണാൻ. അവിടെ ബുഗാട്ടി വാങ്ങുന്നുണ്ട്. അതിന് മുമ്പൊരു കാർ അത് വാങ്ങിയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ ഫുള്ളിലി എൻജിനൊക്കെ ഫുള്ളിലി അപ്ഗ്രേഡ് ആണ്. ഇവിടെ കയറണം സ്പീഡ് സൂപ്പറായിരുന്നുള്ള ഇവിടൊക്കെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് എടുത്ത് പോകാം. പോലീസുകാർ വരാൻ തുടങ്ങിയ പോലീസ് കൊണ്ടുപോലെ ലാപ്ടോപ്പ് കൊണ്ടേയില്ല. നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്താണ് ചോട്ടിക്ക് കാണുക. ഏത് പോലീസാണത്? ഇനി വന്നവർ കുറച്ച് പാടുണ്ടോ? ഭയങ്കര സൗണ്ട് കറക്റ്റിട്ട് കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. പക്ഷെ പോലീസ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം. സൗണ്ട് കുറച്ചിട്ടുണ്ട്. പോലീസ് എന്നെ കണ്ടിട്ടില്ല. പൊട്ടെന്നെ കണ്ടിട്ടില്ല. കണ്ടില്ലേ? ഞാൻ പിന്നെ തിരിക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് തിരിക്കാത്ത പ്രശ്നം കണ്ടോ? ബ്രേക്ക് ഡ്രിഫ്റ്റ് ആവും പെട്ടെന്ന്. വണ്ടി ഡ്രിഫ്റ്റ് ആവരുത്. ഡ്രിഫ്റ്റിംഗ് ടയറാണ്. ഓഫ് റോഡ് വണ്ടിയാണ് നമുക്ക് ഇന്ത്യയിലെ ഒരു വില. ഇതിന്
ഇതിനെക്കാട്ട് 2 ഇരട്ടി ഓഫ് റോഡ് വണ്ടീൻ്റെ ഉണ്ട്. ഇത് ഫുൾ പവറാണ്. ഈ വണ്ടീൻ്റെ ഒക്കെ ഫുൾ പവറാണിത്. ഈ വണ്ടി ഇപ്പോൾ പോണത് എത്രയിലാണ് കാണിച്ചത്. ഞാൻ ഇതിലേറ്റവും എന്താണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡ് ടോട്ടലി വരുന്നത് എന്ന് വെച്ചാൽ എന്താണ് 119 പക്ഷെ ഇപ്പോൾ പോകണമെന്ന് വെച്ചാൽ 197 ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗെയിം കളിക്കണമെങ്കിൽ ഒരു സീക്രട്ട് ട്രിക്ക് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോവുക. നമ്മൾ ഈ പാലൊക്കെ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് ഇവിടെ തട്ടി നമ്മൾ എന്താണ് എയർപോർട്ടിൽ നിങ്ങൾക്കറിയാലോ, നമ്മളെ ബേസിൻ്റെ അടുത്താണ് എയർപോർട്ടിൽ. അയ്യോ ബ്രേക്ക് കിട്ടിയില്ല. ഡ്രിഫ്റ്റ് അടിക്കാനില്ലേ. ഓ വണ്ടി ഫുള്ളിലി ടൂണാണ്. ഇന്ത്യയിലുള്ള എല്ലാ വണ്ടിയും ടൂണാണ്. വെപ്പൺസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അവിടെ കയറിയാൽ നിങ്ങൾക്കിവിടെ ഈ ഗ്രനേഡ് എടുക്കാൻ പറ്റും, AK-47 എടുക്കാൻ പറ്റും, പിന്നെ ഷോട്ട് ഗൺ എടുക്കാൻ പറ്റും. ഷോട്ട് ഗൺ എല്ലാത്തിനും എടുക്കാം. പക്ഷേ ഈ 2 ഗ്രനേഡും AK-47 ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാവരും വന്നെടുക്കും കിട്ടുമോ? ആ സത്യം പറഞ്ഞു. ചിലർക്കൊക്കെ അറിയാക്കാരത് ഞാനാണ് ഏകദേശം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഞാനാണ് പറഞ്ഞത്. ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട്. ലൈറ്റൊക്കെ ബാങ്ക് ചവിട്ടിയോളാം. ഈ വണ്ടിയിലവിടെ പോകുന്നത് ടർബോ യൂസ് നൈട്രോ യൂസ് ചെയ്യുന്നത്. പോലീസ് അവിടെ നിന്ന് അണ്ടർ പൊട്ടിക്കില്ല. ഈ വണ്ടി ഡ്രിഫ്റ്റ് ആവില്ല. ഓക്കെ, നമുക്കൊരു വണ്ടി ടൂണാക്കാൻ കേട്ടോ. പൈസ ഉണ്ട്, പൈസ ആക്കണം. ഞാൻ എല്ലാ വണ്ടികളും ഒന്ന് ട്യൂൺ ചെയ്തിട്ട് പറയാനില്ല. പല പോലീസായിട്ട് പിടിക്കാൻ വന്നാൽ പറപ്പിച്ച് പോകണമെങ്കിൽ നമുക്ക് വണ്ടി ട്യൂണായിരിക്കണ്ടേ. ഈ കണ്ണുണ്ടോ? സോറി കണ്ണു മതി. AK-47 എടുക്കാൻ മറന്ന എൻ്റെ പൊന്നാല്. ഇത് 2 കുഴപ്പമില്ല. ഇത് മറ്റേൻ്റെ അത്ര വരില്ല കേട്ടോ. പിന്നെ ബുള്ളറ്റും ഇല്ല അധികം. അല്ല, ബുള്ളറ്റ് സെയിമാണ്. ഇതിൽ 30 ബുള്ളറ്റ്. അതിൽ റിയലോടെയല്ലോ. ഓടാ പെട്രോൾ പമ്പ് കൊണ്ടിരിക്കാതെ $420 കിട്ടുന്നു. $420 കിട്ടുക. ഇത്രയും തുള്ളി പോലീസും കയറിയില്ല. ഓട്ട പോലീസ് തന്നെ. അവിടെ ഒരു ലംബോർഗിനിയിൽ വരുന്ന പോലീസുണ്ട്. ആൾക്ക് കള്ളന്മാരെങ്ങനെ പിടിക്കലെന്ന് അറിയില്ല. അതുകൊണ്ട് ഓക്കെ ഇവിടെ ആ കയറിക്കോ. നമ്മളെ ഇലക്ട്രിക് കാറ് വളർന്നില്ല. അയ്യോ ഇതെന്തൊരു ഡ്രിഫ്റ്റ് മായാജാല. നമുക്കൊരു വണ്ടി ട്യൂൺ ചെയ്യാൻ കേട്ടോ. ഇത്ര പൈസ ഒന്നും വേണ്ട. 30,000 രൂപ. നമുക്ക് ആ പൈസ ഒന്ന് പോയി. ബായ് AK-47 കൊടുത്തിട്ട് അയ്യോ ഞാൻ ഗൺ ഷോപ്പൊക്കെ വണ്ടി ഇവിടെ പോയിട്ട് എടുക്കാം. ആരും കണ്ട പ്രശ്നം പോലീസാണല്ലോ. പിന്നെ ട്രിക്ക് യൂസ് ചെയ്ത് പോലീസോ പിന്നെ നമുക്ക് ഭയങ്കര. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് കള്ളനാവാനാണോ ഇഷ്ടം, പോലീസാവാനാണോ ഇഷ്ടം ഈ ഗെയിമിൽ? ഇതിൽ പോലീസാവാൻ പറ്റും. പക്ഷെ ഞാൻ പോലീസാവാൻ അടുത്ത വീഡിയോയിൽ കേസ് ഞാൻ എന്തായാലും പോലീസാവട്ടെ കേസ്. കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇത് മറ്റേ സെക്കൻഡല്ലേ ഉള്ളിൽ പോകാനില്ല. ഞാൻ ഒരട്ടം വന്നതാണ്. ഇതെന്തൊരു ഞാൻ ഈ കാണിക്കുന്നത്? ജ്വല്ലറി ബാങ്കിൽ കാണുന്നത്. മണ്ണിൽ കൂടി ആക്സിഡന്റ് കൂടല്ലേ വണ്ടി തെറിച്ച് പോകെ. എന്നിട്ട് പോയി ബാങ്ക് പോയി റോബർ ചെയ്യാൻ പറ്റുമോ? ബാഗ് കിട്ടുന്നു. ആ ജ്വല്ലറി ഷോപ്പിൽ മാത്രമേ പറ്റൂ. ഒരട്ടം ചെയ്തിട്ടില്ല. പക്ഷെ അതിലായിട്ട് ബാങ്കിൽ ചെയ്തിട്ടില്ല. പോലീസുകാർ വണ്ടിയാണെങ്കിൽ അപ്പോൾ തീർത്തരും. അല്ലല്ലോ ചോട്ടിട്ടോ. എല്ലാം നമുക്ക് വീട്ടിൽ വിടാം. പൈസ വേണം സംഭവം. ഓഫ് റോഡ് ഈ സുപ്രകാരനാണ് 24 മണിക്കൂർ ഇവിടെ വന്ന റോബറി. സുപ്രകാരം ഫുള്ള് എടുത്തിട്ടുണ്ട്. പ്രകാരം മുകളിൽ പോയി എല്ലാം എടുത്താ കാലല്ലേ നമുക്ക് വരില്ല. അവിടുന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഫുള്ള് അങ്ങനെ
രണ്ടും കൂടി ഒപ്പത്തിലാണ് കേസ്. ജ്വല്ലറി ഷോപ്പ് കേസ് നീ ഇവിടെ മോഷിച്ചോട്ടാ. ജ്വല്ലറി ഷോപ്പിൽ ജ്വല്ലറി ഷോപ്പിൽ നല്ല പൈസ കിട്ടും. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന കേസ് ജ്വല്ലറി ഷോപ്പിലാട്ടോ. എല്ലാവരും ചേർക്കും ബാങ്കിലാണ്. ബാങ്കിലാകെ ട്യൂൺ ചെയ്ത വണ്ടി എടുക്കുന്നുണ്ട്. പക്ഷെ അമ്മക്ക് നമ്മൾ AK പഠിച്ചല്ലോ പൊട്ടിച്ച് അയാളെ കൊന്നും തോന്നുന്നുണ്ട്. കൊന്നടക്കി വണ്ടി അവിടെ കിടക്കുന്നത് കുറച്ച് പണ്ട് പൈസ നടുക്കത്തെ തന്നെ പൊട്ടിക്കാം. ബൈ. സ്കൂവിന് ഇവിടെ കുറേ ട്രിക്കുകളുണ്ട്. ഇത് വിൽക്കാൻ പറ്റുമോ നമുക്ക്? പിന്നെ അവിടെ ഉള്ളത് എടുക്കാൻ പറ്റും. പിന്നെ അടിയിൽ കൂടി വേറെ 2-3 ഓക്കെ നമ്മളെ വണ്ടി ഇതാ escape ചെയ്യണതാണ്. കുറച്ചുണ്ട് തന്നാൽ തന്നെ അത് വണ്ടി സ്പോൺ ചെയ്യണ്ട. മുന്നിൽ തന്നെ വണ്ടി എടുക്കുന്നു. പോലീസുകാർ ഞാൻ പോലീസിൻ്റെ വണ്ടി വിചാരിച്ചു. പോലീസല്ലത്. ഇത് കണ്ടോ പോലീസിൻ്റെ വണ്ടി എടുത്ത് പൊക്കിയാണ്. കള്ളൻ റൈസിനുണ്ടാ ആക്സിഡന്റ് റോഡല്ലേ. അവനൊന്ന് വെട്ടിച്ചാലോ ഗൈസ്. ഞാൻ നൈട്രോ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഇവനെടുത്തിട്ട് ഇതുവരെയായിട്ട് നൈട്രോ യൂസ് ചെയ്ത് അത് പൂക്കുറ്റി വരെ തോൽപ്പിച്ച്. ആരാണത്? ആരാണ് ആ പോകുന്നത്? പേടി 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 ഏക്കത്തിന് പേടി. അയ്യേ പേടി. എന്തൊരു ആണ് താണിപ്പോ പോലീസുകാര് അതിനും കള്ളനായിട്ട് എന്താണ് എല്ലാവരും കള്ളനായിട്ട് പോലീസ് ചെയ്യാതെ കളിക്കണാണ്. ഇതാ പിന്നെ വീട് സുഖമായി എല്ലാവർക്കും പൈസ ഉണ്ടാക്കാമല്ലോ. ബുദ്ധിയുണ്ട് ഇതാ എല്ലാവർക്കും ഭയങ്കര വലിയ ബുദ്ധിയാണ്. കുറച്ച് പേര് പോലീസോ കുറച്ച് പേര് കള്ളന്മാരോ. ബൈ പൈസ ഉണ്ടാക്കിയോ കുറച്ച് പോയി. എന്താ ഇവിടെ ഒന്നും ഇതാവട്ടെ ഓപ്പൺ ആവട്ടെ. ബാങ്കൊക്കെ തന്നെ അടുത്താണ്. അവിടെ എല്ലാവരും മോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞത് ശരിയാ ബാങ്ക് അടുത്ത്. വണ്ടീൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ടിരിക്കുക. ചെക്കൻ പോലീസിൻ്റെ വണ്ടി എടുത്ത് വന്നു. എന്തേ ഇത് പോളായിരുന്നു. എൻ്റെ വണ്ടി പൊട്ടിക്കണം. ഞാനോട്ട് ആദ്യമായിട്ട് ബാങ്കിൽ കയറി മോഷ്ടിക്കാൻ പോണത്. ഓക്കെ പഠിത്തമൊന്നുമില്ലാട്ട് കളിക്കുന്നത്. ഒരു 7 മാസമായിട്ടുണ്ടോ കളിക്കാൻ? 5 മാസമായിട്ട് ഞാൻ എപ്പോഴും കളിക്കില്ല. വായ പറയാനില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ കളിക്കുക. എപ്പോഴും കളിക്കില്ല. അതാണ് കേട്ടോ ഗെയിമിങ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. പിന്നെ ഫോണിൽ സ്പേസും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് കൊണ്ട് റോബർ ചെയ്ത് നമ്മളെ ഒരു ലംബോർഗിനി ഉണ്ട്. ആ ലംബോർഗിനി ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്ത് ഫുൾ പവർ നമുക്ക് ടെസ്റ്റ് ചെയ്യണം ഗൈസ്. അതും കൂടി കഴിഞ്ഞാൽ അത് ട്യൂൺ ചെയ്ത ചവിട്ടിയ പാടന്നെ 200 എത്തുന്നതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കണം ഗൈസ്. ഈ ചക്കനെ കൊണ്ട് എന്നാ മോനെ പാവാണ്. നമ്മൾ പാവത്തിൻ്റെ കാര്യം നമ്മൾക്ക് ഈ കിടന്ന് പിടിച്ച് കേട്ടോ. എന്നിട്ട് നമ്മൾ പോണ നേരത്ത് 4 അടി ഗണ്ണും കയറ്റി പോകും നമ്മൾ. നമുക്ക് ഏതാ എസ്കേപ്പ് ആവാം. പോലീസിനെ കൊല്ലണമെന്നുണ്ട് പക്ഷെ വേണ്ട. പണി കിട്ടിയാൽ പണിയാകും എന്ന് പറഞ്ഞാൽ. ഓക്കെ നമ്മൾ വണ്ടി അവിടെ തന്നെ കളിക്കുന്നുണ്ട്. ഇതാ കേസ് കൊണ്ടോ
ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുള്ളൂ. ഒരടി ട്യൂൺ ചെയ്തിട്ട് ട്യൂൺ ചെയ്യാതെ സ്പീഡ് കാണിച്ചാൽ നിങ്ങൾക്ക് കണ്ടോ. ഇതാണ് ഇപ്പോൾ സ്പീഡ്. അവിടുന്ന് ഇറങ്ങിയിട്ട് കാണിച്ചാൽ കേട്ടോ. പോലീസുകാരോട് അവിടെ ഉള്ളത് നിറച്ചു. കേസ് അപ്പോൾ നമുക്ക് പെട്രോൾ പമ്പ് പോയിട്ട് പോകാൻ കേട്ടോ. ഞാൻ നൈട്രോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം ഒരു 207 ഫുൾ സ്പീഡ് പോകും. ടർബോ ഒക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന്. ടർബോ അല്ല, നൈട്രോ. ഭയങ്കര പാടാട്ടോ ഇങ്ങനെ ക്യാമറ തിരിക്കുക. പോലീസുകാരെങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെടിച്ചിടാൻ ഒരു സേഫ്റ്റി വേണ്ട ഗൈസ്. എനിക്കാണ് കുറച്ചും കൂടി പൈസ വേണം. നമുക്ക് വന്നിട്ട് ഇതും കൂടി ഒന്നുകൂടെ മോഷ്ടിക്കാം. അതേ തരം അവന് വന്നെല്ലാരും. പേടി 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 ഒറ്റടിക്ക് ചത്തേൻ്റെ പേടി. എല്ലാവരും ഓടിപ്പോണു. നോക്കി പിന്നാലെ ഒന്ന് ഓടിപ്പോണു. നമ്മൾ വിടുക ഇല്ല, പക്ഷെ നമ്മൾ കാറെടുത്ത് പോയി. ബായ്, നമുക്ക് നീങ്ങണ്ട പോകുള്ളൂ. ബായിന്ന് ഇവിടെ ഓപ്പണാണ്. കേരളം കേരളം തീരാ പുകിന അവിടെ മോഷ്ടിച്ച്. ഏതായാലും നമുക്കിപ്പോൾ കയറട്ടെ. ഇപ്പോൾ 2:28 കറക്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ട്യൂൺ ചെയ്തിട്ടേ. പെയിൻറ്റിങ്ങിനൊന്നുമില്ല, എൻജിൻ പരമായിട്ടാണ്. 52 കാണിക്കുന്നത്. ടൂണിങ്, ഡ്രിഫ്റ്റിങ്, എല്ലാത്തിനും നല്ല പൈസ ഉണ്ട്. നമുക്ക് ഈ എൻജിൻ പരമായിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പീഡ് എടുക്കുന്നില്ല. നമ്മളിത് ഈ ജല്ലറി എന്ന് റോബറിയാണ്. കറക്റ്റ് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടേക്കാ കയറി പോലെ നിൽക്ക് ഒന്ന് ചാവ്. വന്ന് സ്റ്റക്കാവല്ലേ, ലാഗടിച്ച് സ്റ്റക്കാവല്ലേ. നിങ്ങൾ വണ്ടിയിൽ നിന്ന് എങ്ങാനോ ചാടിയങ്ങാണ്ട് വണ്ടിയിൽ കയറിയ ഒരു ഗ്ലിച്ച് ഉണ്ടാവും. ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും കുലിഞ്ഞിട്ട് ചാടാൻ നോക്കുമ്പോൾ ചാടാൻ പറ്റില്ല. ആ ഒരു ഗ്ലിച്ച് ഉണ്ട് കേട്ടോ ഇതിൽ. അതൊക്കെ ഒരു ഭയങ്കര ഒരുമാതിരി ഗ്ലിച്ചാണ്. ഞങ്ങൾ കാശാറ്റ പോകാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് കണ്ട ഇങ്ങനത്തെ തീമൊന്നും നമുക്ക് ചിലവർക്ക് അറിയട്ടെ, ചിലവർക്ക് അറിയില്ല. ചിലവർക്ക് മാത്രം മോഷ്ടിച്ച് പോകും. ഇങ്ങനെ നമുക്ക് മോഷ്ടിക്കാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് കൊടുത്തിട്ട് എസ്കേപ്പ് പോകാം. നടുക്കത്തെ കൊണ്ടുവരാം. നടുക്കത്തെ ഡയമണ്ട് എടുത്തുകൊണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ കയറി നമ്മളെ വണ്ടീൻ്റെ പുറത്ത് വണ്ടി നമ്മളെ വണ്ടി നോക്കുന്നത്. നമുക്ക് നമ്മളെ വണ്ടി നമ്മൾ സ്പീഡ് ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് പോകും കേട്ടോ. വളരെ സ്ലോ ആയിട്ട് പോകും. ഈ വണ്ടീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോകട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. അല്ല സ്റ്റാർട്ട്. ഇപ്പോൾ സ്റ്റാർട്ടായി. പോലീസേ നിക്ക് എവിടേക്കാ പോണേ? നിർത്ത് ഞാൻ നിർത്തി തന്നില്ലേ. നമുക്ക് ഒരു വണ്ടി കൂടെ ടേൺ ചെയ്യാണ്ട്. ഓക്കെ, നമുക്ക് നേരെ ചവിട്ടി പോട്ട് പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്താം. അറിയാതെ നൈറ്റ് റേസ് ചെയ്ത് ഓക്കെ നൈറ്റ് റേസ് ചെയ്യുന്നത്. അപ്പം നേരെ എന്താണ് ടണലൊക്കെ കണ്ട് കയറിപ്പോവാം. വൈസ് ഫുൾ സ്പീഡ് എത്രയെന്ന് അറിയാം. വൈസ് 207 ഇപ്പോൾ പോണ സ്പീഡ് എന്ന് വെച്ചാൽ അതിൻ്റെ വളം കൂടി കഴിഞ്ഞാലേ മനസ്സിലാവും. അയ്യോ സ്പീഡ് ഓഫ് റോഡല്ല ഈ വണ്ടി. പോട്ടെ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടീൻ്റെ ഫുൾ സ്പീഡ് ശരിക്കും മനസ്സിലാവും. ഒന്നും കാണില്ല ക്ലിയർ ആയിട്ട്. ഓക്കെ, എന്തുകൊണ്ട് ദൂരത്തേക്ക് ഈ ഗെയിമിൽ ഒന്നും കാണില്ല. വോയിസ് 118 ഈ വണ്ടിയുടെ ഫുൾ സ്പീഡ്. ട്യൂൺ ചെയ്തിട്ടുള്ള ഫുൾ സ്പീഡ്. ഞാൻ നൈട്രോ ചെയ്യാറുണ്ടോ ഇത്ര സ്പീഡ് കണ്ടോ? 115 സോറി. ഇങ്ങോട്ട് പോരാ. നല്ല കുത്തലുത്തി. നൈസ്. പക്ഷേ ഏതായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോയി. ഈ ബാഗ് ഇതും കൂടി റോബർ ചെയ്താൽ
കംപ്ലീറ്റ് ആക്കി എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കും. പിന്നെ നമ്മൾ ഒരു വണ്ടി കൂടി ഉണ്ട് ഇത് ചെയ്യാൻ. ഇത് പണിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ പൈസ ഉണ്ടായിട്ടില്ല, അത് റോബറി ചെയ്യണമെന്നില്ല. അപ്പം നമ്മളൊക്കെ പ്രോ അത് പോണൊരുത്തെ വീഡിയോ അവസാനിക്കും കേട്ടോ. നമുക്ക് നമ്മളെ ബേസിൽ പോയിട്ട് വീഡിയോ അവസാനിക്കും. നൈട്രോ വളയില്ല, എന്തോ വളയത്. അയ്യോ, ഒരു ചെറിയൊരു പണി. നമ്മൾ ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് തിരിച്ച് ബേസിക്ക് പോയിട്ടില്ലേ,